Okay, next problem. Find equation of the line through the point 0, 2 making an angle of 2 pi by 3 with the positive x-axis. Also find the equation of the line parallel to it and crossing the y-axis at a distance of 2 units below the origin. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ അത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ രണ്ട് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം എന്താണ് ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈൻ നോക്കട്ടോ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ ത്രൂ ദി പോയിന്റ് 0, 2. 0, 2 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതായത് 0, 2 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. മേക്കിംഗ് എൻ ആംഗിൾ 2 pi by 3 വിത്ത് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 2 pi by 3. ഏതൊരു ലൈനും പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ എന്താ പറയുക? ഇൻക്ലിനേഷൻ. ദാറ്റ് ഈസ് തീറ്റയാണ് അത് തന്നിട്ടുള്ളത്. തീറ്റ ഈസ് ഈക്വൽ ടു 2 pi by 3. 2 pi by 3 എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാ? സോറി, ഇതൊരു റേഡിയനിലാണ് തന്നിട്ടുള്ളത്. എത്ര ഡിഗ്രിയാ? pi by 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 60 ഡിഗ്രി അല്ലേ? അപ്പോൾ 60 ഡിഗ്രി ഇൻറ്റു 2 120 ഡിഗ്രി. അപ്പോൾ 120 ഡിഗ്രിയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്. ഇൻക്ലിനേഷൻ തന്നാൽ നമുക്ക് എന്താ സ്ലോപ്പ് കണ്ടുപിടിച്ചൂടെ? ഇവിടെ ഓൾറെഡി ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്. ഇൻക്ലിനേഷൻ ഉപയോഗിച്ച് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റയാണ്. ശരിയല്ലേ? തീറ്റ ഇൻക്ലിനേഷൻ ആണോ? എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. ദറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 120 ഡിഗ്രി. ടാൻ 120 എങ്ങനെ കണ്ടുപിടിക്കുക? ടാൻ ഓഫ് 180 മൈനസ് 60 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ദറ്റ് ഈസ് ടാൻ ഓഫ് 180 മൈനസ് 60 ഈസ് മൈനസ് ടാൻ 60 ആണ്. ഇതെങ്ങനെ കിട്ടിയേ? ഫ്രം ട്രിഗണോമെട്രി. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് √3 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ആൻസർ, സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോപ്പും കിട്ടി, പോയിന്റും കിട്ടിയില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ കണ്ടുപിടിച്ചോടെ. ഇക്വേഷൻ ഓഫ് ലൈൻ പോയിന്റ് പറയാ, സ്ലോപ്പ് പറയാ. ഏതാ ഇക്വേഷൻ? y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x0. ശരിയല്ലേ? ദറ്റ് ഈസ് y മൈനസ് y0 ഈസ് 2 ഈക്വൽ ടു m ഈസ് മൈനസ് √3 ഇൻറ്റു എക്സ് മൈനസ് x0 ഈസ് 0. ദറ്റ് ഈസ് y മൈനസ് 2 ഈക്വൽ ടു മൈനസ് √3x. ഈ മൈനസ് √3x ഈ മൈനസ് അല്ലേ കിടക്കുന്നത്? അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പ്ലസ് ആക്കാലോ. അപ്പോൾ √3x പ്ലസ് വൈ, ഓൾറെഡി ഇവിടെ പ്ലസ് വൈ ഉണ്ട്, മൈനസ് 2 ഈക്വൽ ടു 0. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് മേക്കിംഗ് ആൻ ആംഗിൾ 2 pi by 3 വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ്. അതാണ് ഈ ലൈൻ. ക്ലിയർ? ഇനി അടുത്ത സെന്റൻസ് വായിച്ചു നോക്കിയേ. ഓൾസോ ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഇത് ഒന്നാമത്തെ കേസ് കേട്ടോ. ഇതിനകത്ത് 2 പ്രോബ്ലം ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഇത്. ഇനി രണ്ടാമത്തെ കണ്ടുപിടിക്കാണ്. ശ്രദ്ധിക്കട്ടോ. ഓൾസോ ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാരലൽ ടു ഇറ്റ്. അതായത് ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈന് പാരലൽ ആയിട്ടുള്ള. അപ്പോൾ ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈന് പാരലൽ ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താ? സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എം തന്നെ ആയിരിക്കും, മൈനസ് √3 തന്നെ ആയിരിക്കും. ആൻഡ് ക്രോസിംഗ് ദ വൈ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 യൂണിറ്റ്സ് ബിലോ ദി ഒറിജിൻ. ശ്രദ്ധിക്കട്ടോ. അതായത് ഇങ്ങനെയാണ് നമ്മുടെ എക്സ് ആക്സും വൈ ആക്സും വരികയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈന് വൈ ആക്സിസിന് ഒറിജിന് താഴോട്ട് 2 യൂണിറ്റ്സിലാണ് കട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്കിവിടെ എന്താ തന്നിട്ടുള്ളത്? വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ പറയുക? ഇൻ്റർസെപ്റ്റ് എന്നാ പറയാ. ക്ലിയർ? അപ്പോൾ ഇൻ്റർസെപ്റ്റ് വൈ ഇൻ്റർസെപ്റ്റ് തന്നിട്ടില്ല. സ്ലോപ്പും വൈ ഇൻ്റർസെപ്റ്റ് ആകുമ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് നമ്മൾ സി എന്നല്ലേ റെപ്രസെൻറ്റ് ചെയ്ത്. അപ്പോൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 യൂണിറ്റ്സ് ബിലോ ദി ഒറിജിൻ എന്നാ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം -2 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എമ്മും അറിയാം, സിയും അറിയാം. അതായത് സ്ലോപ്പും അറിയാം, വൈ ഇൻ്റർസെപ്റ്റും അറിയാം. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ഓഫ് ലൈൻ എന്താ? y is equal to mx plus c. That is y is equal to m is minus √3 into x minus 2. Clear അല്ലേ? Then that is അപ്പോൾ ഇവിടെ എക്സിൻ്റെ ടേം മൈനസ് അല്ലേ, അത് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ √3x പ്ലസ് വൈ, ഈ -2 ഇങ്ങോട്ട് വരുമ്പോൾ +2 ഈക്വൽ ടു 0. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ. അപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് 2 സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ആ 2 സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ 2 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പ്രോബ്ലം, ദ പെർപെൻഡിക്കുലർ ഫ്രം ദി ഒറിജിൻ ടു എ ലൈൻ മീറ്റ്സ് അറ്റ് ദി പോയിന്റ് -2,9. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ദ പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ ടു എ ലൈൻ meets at the point -2,9. find equation of the line. പക്ഷെ അന്നേരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇതിൻ്റെ റഫ് ആയിട്ടുള്ള ഒരു ഫിഗർ ഒന്ന് വരച്ചേ. ഓക്കെ, അതായത് ശ്രദ്ധിക്കട്ടാ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈന് ഒറിജിനിൽ നിന്ന് ഈ സ്ട്രെയിറ്റ് ലൈനിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ ടു എ ലൈൻ മീറ്റ്സ് അറ്റ് ദി പോയിന്റ് -2,9. ദാറ്റ് മീൻസ് ഒറിജിനിൽ നിന്ന് ഈ സ്ട്രെയിറ്റ് ലൈനിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് -2,9. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇത് ഞാൻ L1 എന്ന് എടുക്കുക കേട്ടോ. L1, ഈ L1ന്റെ സ്ലോപ്പ് M1, കാരണം പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ സ്ലോപ്പ് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. സ്ലോപ്പ് M1. ഇത് സ്ട്രെയിറ്റ് ലൈൻ L2 എന്ന് എടുക്കുകയാണ്, ഇതിൻ്റെ സ്ലോപ്പ് M2. ഈ പോയിന്റ് ഏതാണ്? ഒറിജിൻ ആണ്, 0,0. ക്ലിയർ? അപ്പം നമുക്ക് L1ൻ്റെ കേസിൽ അതാണ് ശ്രദ്ധിക്കുക, L1ൻ്റെ കേസിൽ ഓൾറെഡി നമുക്കൊരു പോയിന്റ് അറിയാലോ. ഈ L1ൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് എഴുതി വെക്കുക സൈഡിൽ, ഇക്വേഷൻ ഓഫ് L1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇക്വേഷൻ ഓഫ് L1 നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയ ഇക്വേഷൻ ഓഫ് L1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ L1ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓൾറെഡി നമുക്കൊരു പോയിന്റ് ഇവിടെ അറിയാലോ. അറിയാം. ഇനി നമുക്ക് എന്ത് കിട്ടണം? ഒന്നെങ്കിൽ സ്ലോപ്പ് ഇടണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ഇടണം. ശരിയല്ലേ? അപ്പോൾ നമ്മളിവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? സ്ലോപ്പ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന കണ്ടീഷൻ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് സ്ലോപ്പ് എഴുതാലോ. അപ്പം ശ്രദ്ധിക്കട്ടോ. അപ്പം ഞാനേ ഈ L2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ നോക്കിയേ, ഇതിൻ്റെ ഈ L2ലുള്ള 2 പോയിന്റ് നമുക്കറിയില്ലേ, 0,0യും -2,9. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് M2 കണ്ടുപിടിച്ചൂടെ? M2 is equal to 9 - 0 divided by -2 - 0. That is M2 is equal to -9/2 എന്ന് കിട്ടും. That is 9/-2, that is -9/2. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ L1 L2 പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോൾ L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ M1 M2 is equal to -1 ആണല്ലോ. അപ്പോൾ M1 into -9/2 is equal to -1 ആണല്ലോ. That is M1 is equal to -1 into 2/9 മൈനസ് ഉണ്ടാവും. That is M1 is equal to ഈ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും. That is 2/9 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ M1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇനി L1ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചൂടെ? ഇക്വേഷൻ ഓഫ് L1ൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? -2,9 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്ലോപ്പ് M1 is equal to 2/9. 9/2 അല്ലെ, 2/9 ആണ് സ്ലോപ്പ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ, ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഏത് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക? പോയിന്റ് പറയുക, സ്ലോപ്പ് പറയുക. പോയിന്റ് സ്ലോപ്പ് ഫോം, ദാറ്റ് ഈസ് y - y0 equal to m into x - x0. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക അല്ലേ? അപ്പോൾ y - y0 is 9 is equal to m is 2/9 into x - x0 is -2. അപ്പോൾ x + 2. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 9 into y - 9 is equal to 2 into x + 2 എന്ന് വരും. അപ്പം 9y - 9 into 9 81 is equal to 2x plus 2 into 2 4. ഇവിടെ അല്ലേ എക്സ് പോസിറ്റീവായിട്ട് കിടക്കുന്നത്? വെറുതെ അതിനെ അടങ്ങാറാക്കണ്ടല്ലോ. നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് എല്ലാത്തിനും അങ്ങോട്ടുണ്ടോ, എക്സ് പോസിറ്റീവായിട്ട് കിടക്കട്ടെ. 2x plus 9y അങ്ങോട്ട് വരുമ്പോൾ -9y. ഓൾറെഡി അവിടെ +4 ഇല്ലേ? ഈ -81 അങ്ങോട്ട് വരുമ്പോൾ +81 equal to 0. That is 2x minus 9y plus 81 plus 4 is 85 equal to 0. ഇതാണ് ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ചെയ്യാം. ക്ലിയർ?
അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്, അതായത് പെർപെൻഡിക്കുലർ ആണ്, അപ്പോൾ അതിൻ്റെ ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന ലൈന് കണ്ടോ പെർപെൻഡിക്കുലർ ആണ്, അപ്പോൾ ആ പെർപെൻഡിക്കുലർ ആണ്, അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടിയത്? നമ്മൾ നോർമൽ ഫോമിൻ്റെ ഡെറിവേഷൻ ചെയ്ത് ഓർമ്മ ഉണ്ടോ? അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരിക്കലും നോർമൽ ഫോം ഡിറൈവ് ചെയ്യാൻ ചിലപ്പോൾ ചോദിച്ചോളണമെന്നില്ല, പക്ഷെ അവിടെ നമ്മൾ ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മളെ മൈൻഡിലേക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് പെട്ടെന്ന് ഇവിടെ ഓടാൻ കാരണം. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരിക്കലും ഡെറിവേഷന് അതൊന്നും എക്സാമിന് ചോദിക്കില്ല, അതൊക്കെ ഒഴിവാക്കണം, അങ്ങനെയല്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക, അപ്പോൾ സിമ്പിളായിരിക്കും സബ്ജക്റ്റ്. മറ്റേ നമ്മൾ ഇക്വേഷനും ഡയറക്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചിട്ട് പോകുമ്പോൾ പലതും നമുക്ക് കിട്ടൂല, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം, അപ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. The length L in centimeters of a copper rod is a linear function of its Celsius temperature C. In an experiment, L is equal to 124.942 when C is equal to 20 and L is equal to 125.134 when C is equal to 110. Express L in terms of C. ഇതാണ് ക്വസ്റ്റ്യൻ സിമ്പിളാട്ടോ. ഇങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അതിനകത്ത് എക്സ്പെരിമെൻറ്റിനകത്ത് എന്താ ഉള്ളതെന്ന് നിങ്ങൾ ആലോചിക്കണ്ട. നമുക്ക് ഈ വാല്യൂസും ഇതൊക്കെ വെച്ചിട്ട് ലീനിയർ ആണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ്റെ അതിൻ്റെ ബേസിക് കൺസെപ്റ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് കേട്ടോ. അതായത് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ലെങ്ത് ഓഫ് എ കോപ്പർ വയർ, ഒരു കോപ്പർ വയറിൻ്റെ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ലെങ്ത്തിൽ വ്യത്യാസം വരുന്നുണ്ടെന്നാണ് പറഞ്ഞു. ഓക്കെ, ഒരു എക്സ്പെരിമെൻറ്റിൽ സി, അതായത് ടെമ്പറേച്ചർ C 20 ആയപ്പോൾ L ഇത്രയായിരുന്നു. ഇത് L ഇത്ര ആയപ്പോൾ, അതായത് C 110 ആയപ്പോൾ L ഇത്രയാണ്. എക്സ്പ്രസ് L in terms of C. ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതുപോലത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിസിൽ ഇതിനകത്ത് സെൽഷ്യസ് ടെമ്പറേച്ചർ പിന്നെ അതേപോലെ ലെങ്ത്തും നമ്മൾ എക്സ് ആക്സിലും വൈ ആക്സിലും എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്തേ കിട്ടുള്ളൂ? ഒരു ലൈനേ കിട്ടുള്ളൂ. അതാണ് ലീനിയർ ഫംഗ്ഷൻ. ഓക്കെ, സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. അപ്പോൾ എക്സ്പ്രസ് L in terms of C. അപ്പോൾ ഞാനിവിടെ എക്സ് ആക്സിൽ ഏതെടുക്കാമെന്നറിയാം? എക്സ് ആക്സിസിൽ ഞാൻ സെൽഷ്യസ് ടെമ്പറേച്ചർ C എടുക്കുകയാണ്. വൈ ആക്സിസിൽ ശ്രദ്ധിക്കട്ടോ, വൈ ആക്സിസിൽ ലെങ്ത്ത് എടുക്കുകയാണ്. അപ്പോൾ സിൻ്റെ വാല്യൂ ഇതാവുമ്പോൾ എല്ലിൻ്റെ വാല്യൂ ഇതെന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് അല്ലേ തന്നിട്ടുള്ളത്. അതായത് എക്സ് കോർഡിനേറ്റ് 20 ആവുമ്പോൾ വൈ കോർഡിനേറ്റ് 124.942. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് സിൻ്റെ വാല്യൂ 110 ആവുമ്പോൾ, ദാറ്റ് മീൻസ് എക്സിൻ്റെ വാല്യൂ 110 ആവുമ്പോൾ വൈൻ്റെ വാല്യൂ 125.134. ക്ലിയർ? ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളത് എക്സ്പ്രസ് L in terms of C എന്നാണ്. ഇതെങ്ങനെ നമ്മൾ ചെയ്യാം മക്കളെ? എങ്ങനെ ചെയ്യുക? സിമ്പിളല്ലേ. ഇപ്പോൾ 2 പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് അറിയാവുന്നത്, 2 പോയിന്റ്സ് അറിയാമെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താ? 2 പോയിന്റ് ഫോം. y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. ശരിയല്ലേ? ദറ്റ് ഈസ് y മൈനസ് y1. y മൈനസ്, ഞാൻ yന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? L എന്ന് കൊടുക്കുകയാണ് കേട്ടോ. കാരണം L മൈനസ് y1 ഈസ് 124.942 is equal to y2 minus y1, that is 125.134 minus 124.942 divided by 110 minus 20. ശരിയല്ലേ? ഇൻറ്റു എക്സ് മൈനസ്, എക്സിന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? C എന്ന് കൊടുക്കുകയാണ്. മൈനസ് x1 ഈസ് 20. ക്ലിയർ അല്ലേ? അപ്പം ഇനി ശ്രദ്ധിക്കട്ടോ, ഞാൻ ഇതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ദറ്റ് ഈസ് L മൈനസ് 124.942 ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. ദറ്റ് ഈസ് 125.134 മൈനസ് 124.942 divided by 110 minus 20, that is 90. അത് 0.00 സംതിങ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 125.134 മൈനസ് 124.942
ആൻസർ 0.192 ഇങ്ങനെ എഴുതിയാൽ മതി. 0.192 ഡിവൈഡഡ് ബൈ 90 ഇങ്ങനെ മതി. ഇൻറ്റു സി മൈനസ് 20 എന്ന് വരും. ക്ലിയർ? അപ്പോൾ നമ്മളോട് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സ്പ്രസ് എൽ ഇൻ ടേംസ് ഓഫ് സി എന്ന് പറഞ്ഞത്. എക്സ്പ്രസ് എൽ ഇൻ ടേംസ് ഓഫ് സി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എൽ ഇസ് ഈക്വൽ ടു എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഇക്വേഷൻ എഴുതണം. എക്സ്പ്രസ് എൽ ഇൻ ടേംസ് ഓഫ് സി എന്ന് പറയുകയാണെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഇക്വേഷൻ എഴുതണം. ഇനിയല്ല നേരെ തിരിച്ച് എക്സ്പ്രസ് സി ഇൻ ടേംസ് ഓഫ് എൽ എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം സി ഇസ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ നമ്മൾ ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് എൽ ഇസ് ഈക്വൽ ടു എന്നാണ്. അപ്പോൾ ഇവിടെ എൽ മൈനസ് എന്നുള്ളത്, അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു ഈ ടേം അങ്ങോട്ട് കൊണ്ടുപോകണം. ദാറ്റ് ഈസ് 0.192 divided by 90 into c minus 20 plus 124.942. This is the equation. Clear? അപ്പോൾ മനസ്സിലാക്കുക, എൽ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ലിസൺ. നെക്സ്റ്റ് പ്രോബ്ലം. Point R of h comma k divides a line segment between the axes in the ratio 1:2. Find equation of the line. Simple ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആട്ടോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, പോയിന്റ് R of h comma k divides a line segment between the axes in the ratio 1:2. A line segment between the axes, ശ്രദ്ധിക്കട്ടോ, a line segment between the axes എന്ന് പറയുമ്പോൾ ഇതാണ് ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ ദ ആക്സസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ ദ ആക്സസ് എന്ന് പറയുമ്പോൾ ഇതാണ് ലൈൻ സെഗ്മെന്റ്. ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞ ഒരു കഷ്ണമാണ്. അപ്പോൾ ആക്സസിന്റെ ഇടയിലുള്ളൊരു ലൈൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരാം. ഇനി പോയിന്റ് ആർ ഓഫ് എച്ച് കോമ കെ ഡിവൈഡ്സ് എ ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ ദ ആക്സസ് ഇൻ ദ റേഷ്യോ 1:2. അതായത് ശ്രദ്ധിക്കട്ടോ, ഇതിന്റെ മേലെ ഒരു പോയിന്റ് ആർ ഓഫ് എച്ച് കോമ കെ ഉണ്ട്. ഈ പോയിന്റ് ഈ ലൈൻ സെഗ്മെന്റിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ 1:2 എന്നാണ്. അപ്പോൾ 1:2 എന്ന് പറഞ്ഞാൽ അത് ആ ഓർഡറിൽ എടുക്കുക. അതായത് എക്സ് ആക്സിന് അടുത്തുള്ളത് 1, വൈ ആക്സിന് അടുത്തുള്ളത് 2, അങ്ങനെ 1:2 എന്ന് എടുക്കുക. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഈ ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക, ഇവിടെ എച്ച് കെ എന്നുള്ളതിലല്ലേ, എച്ച് കെ എന്നാലേ നമുക്ക് തന്നിട്ടുള്ളത്, പോയിന്റ് അല്ലല്ലോ. അപ്പോൾ എച്ചിൻ്റെയും കെൻ്റെയും ടേമിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ് ശ്രദ്ധിക്കട്ടോ, ഇതിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ് എയും വൈ ഇൻ്റർസെപ്റ്റ് ബിയും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് എ ആണെങ്കിൽ ഇതിൻ്റെ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്താ? A,0 ആയിരിക്കൂലേ. ഈ പോയിന്റ് കോർഡിനേറ്റോ 0, B ആയിരിക്കൂലേ. ക്ലിയർ അല്ലേ? അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് എയും വൈ ഇൻ്റർസെപ്റ്റ് ബിയും ആയിട്ടുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ഓഫ് ലൈൻ എന്തായിരിക്കും? x/a + y/b = 1. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് എയും ബിയും നമുക്ക് അറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റിനെയും ശ്രദ്ധിക്കട്ടോ, ഈ രണ്ട് പോയിന്റിനെയും 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ പോയിന്റ് ആർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആർ ഓഫ് എച്ച് കോമ കെ ഈസ് ഈക്വൽ ടു, അതായത് ഈ പോയിന്റ് നമുക്ക് അറിയില്ല, ഈ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകാൻ കേട്ടോ. അതായത് 1:0 അല്ലേ, m×x2 + n×x1 അങ്ങനെയല്ലേ വരിക. അപ്പോൾ 1:0 0 + 2 × a, that is 2a divided by 1 + 2, that is 3, അടുത്തത് 1 × b, that is b plus 2 × 0, that is 0 divided by 1 + 2, that is 3. ഓക്കെ അല്ലേ? അപ്പോൾ ആർ ഓഫ് എച്ച് കോമ കെ, that is h കോമ കെ ഈസ് ഈക്വൽ ടു ഇവിടെ 0 + 2a, that is 2a divided by 3, b/3 എന്ന് വരും. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? h is equal to 2a/3 എന്ന് കിട്ടും, k is equal to b/3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് a is equal to 3h divided by 2 എന്ന് കിട്ടും. ശരിയല്ലേ? ഇതിൽ നിന്ന് b is equal to 3k എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? എച്ചും കെയും അല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടിയിരുന്നത്? എയും ബിയും അല്ലേ. അപ്പോൾ എയും ബിയും എച്ചിൻ്റെയും കെൻ്റെയും ടേംസിൽ നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ? അതിന് എന്ത് ചെയ്യണം? ഇതിനകത്ത് ഇക്വേഷൻ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ, എക്സ് ഡിവൈഡഡ് ബൈ എക്ക് പകരം 3h divided by 2 പ്ലസ് y divided by bക്ക് പകരം 3k is equal to 1. ഇതാണ് ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 2 മേലോട്ട് വരൂലേ, അപ്പോൾ 2x divided by 3h പ്ലസ് y divided by 3k is equal to 1. അപ്പോൾ ഇതിനകത്ത് 3 കോമൺ അല്ലേ, അപ്പോൾ ഞാൻ 1/3 കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് വരും?
2x divided by h plus y divided by k is equal to 1 എന്ന് വരും. ക്ലിയർ അല്ലേ? ഈ 1/3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഈക്വൽ ടു 3 എന്നാവില്ലേ? ഇത് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ 2k ഇൻറ്റു എക്സ്, ശരിയല്ലേ? 2x ഇൻറ്റു k ദാറ്റ് ഈസ് 2kx പ്ലസ് h ഇൻറ്റു y ദാറ്റ് ഈസ് hy. ക്ലിയർ? ഓൾ ഡിവൈഡഡ് ബൈ hk എന്ന് വരൂലേ? വരും. ഈ 1/3 അങ്ങോട്ട് പോയിട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ 2kx പ്ലസ് hy ഈസ് ഈക്വൽ ടു, ഈ hk അങ്ങോട്ട് പോകുമ്പോൾ 3hk എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ 2kx പ്ലസ് hy മൈനസ് 3hk ഈസ് ഈക്വൽ ടു 0. ഇതാണ് ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. എച്ചും കെയും നമുക്ക് തന്നിട്ടില്ല, hk എന്നല്ലേ തന്നത്. അപ്പോൾ അത് hk ഇട്ടിട്ടാണ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ തന്നിട്ടുള്ളത് ഒരു ലൈൻ സെഗ്മെൻറ്റ്, വേറെ ഈ എ ബി എന്നൊന്നും നമുക്ക് തന്നിട്ടില്ല, അതൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എയും ബിയും ആണ് നമ്മൾ സാധാരണ ഇൻ്റർസെപ്റ്റ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ കിട്ടി, ആ എയും ബിയും നമ്മൾ എന്ത് ചെയ്തു? എച്ചിൻ്റെ ടേമിൽ കണ്ടുപിടിച്ചു. എന്നിട്ട് അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം. By using the concept of equation of a line, prove that the 3 points 3, 0, -2, -2 and 8, 2 are collinear. നമുക്കിവിടെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. നല്ലോണം ശ്രദ്ധിക്കട്ടോ. നമുക്കിവിടെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 3 പോയിന്റ്സിൻ്റെ കൊളിനിയർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. 3 പോയിന്റ്സ് കൊളിനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ കണ്ടീഷൻ ഫോർ കൊളിനിയാരിറ്റി നമുക്ക് അറിയാം. സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ സ്ലോപ്പ് ഓഫ് ബി സി, അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് എ സി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ ബി, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ശരിയല്ലേ? പക്ഷേ ഇവിടെ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാനാണോ പറഞ്ഞത്? അല്ല. ബൈ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഒരു ഇക്വേഷൻ ഓഫ് എ ലൈനിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ്റെ കൺസെപ്റ്റ്? എന്താണ്? നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. 4x + 3y + 2 = 0. അപ്പോൾ അതിൻ്റെ ആ ഇക്വേഷനാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണെന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് എന്താ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലേ, അതിനകത്ത് ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സ് എല്ലാം നല്ലോണം ശ്രദ്ധിക്കട്ടോ. ആ പോയിന്റ്സ് എല്ലാം ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യണം. അതല്ലേ ഇക്വേഷൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്ത് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ഈ 2 പോയിന്റും ശ്രദ്ധിക്കട്ടോ, ഈ 2 പോയിന്റും യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാവുന്ന, അതായത് ഈ 2 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് ഈ പോയിന്റ് ആ സ്ട്രെയിറ്റ് ലൈൻ്റെ മേലെ തന്നെ ആണെങ്കിൽ ഈ പോയിന്റ് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. പറഞ്ഞാൽ മനസ്സിലായോ? ഈ 2 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനകത്ത് ഈ പോയിന്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സെയിം ലൈനിൻ്റെ മേലെയുള്ള പോയിന്റാണ് ഇതെന്നല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ 3, 0 ആൻഡ് -2, -2. ഈ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. എങ്ങനെ കണ്ടുപിടിക്കുക? y - y1 = y2 - y1 by x2 - x1 into x - x1. That is y - y1 is 0 equal to -2 - 0 divided by -2 - 3 all into x - 3. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത് y is equal to ഇത് -2 divided by -2 - 3 -5. ഈ മൈനസ് ക്യാൻസൽ ചെയ്യാം കേട്ടോ. x - 3 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 5 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 5y is equal to 2 into x - 3 എന്ന് വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് 5y is equal to 2x - 2 into 3 is 6 എന്ന് വരും. അപ്പോൾ ഈ എക്സിൻ്റെ ഇവിടെ പോസിറ്റീവ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 2x - 5y - 6 = 0. അപ്പോൾ ഇതാണ് ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ പോയിന്റ് ശ്രദ്ധിക്കട്ടോ,
ഈ പോയിന്റ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ? ആ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ പോയിന്റ് ഇതിൽ LHS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് 0 കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് ഈ പോയിന്റും ഈ ലൈനിൻ്റെ മേലെയുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഓൾറെഡി ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്നതാണ്. ഇനി ഇതും ഈ പോയിന്റിൻ്റെ ലൈനിൻ്റെ മേലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 പോയിന്റ്സും കൊളിനിയർ ആണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് 8,2 ഇൻ LHS ഓഫ് ഇക്വേഷൻ 1. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. 2 × 8 -5 × 2 -6 ഈക്വൽ ടു 2 8 16, 5 × 2 -10 -6, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 - 16 ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കിട്ടി നമുക്ക്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതല്ലേ? ഇതിൻ്റെ LHS 0 തന്നെയല്ലേ കിട്ടിയത്? therefore 8,2 satisfies equation 1. that is അതിൻ്റെ അർത്ഥം എന്താണ്? 8,2 also lies on the line passing through 3,0 and -2,-2. അതായത് 3,0 and -2,-2 എന്ന് പറയുന്ന പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന സെയിം സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെ തന്നെ ലൈ ചെയ്യുന്ന പോയിന്റാണ് 8,2. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് ദീസ് 3 പോയിന്റ്സ് ആർ കൊളിനിയർ പോയിന്റ്സ്. ഈ 3 പോയിന്റ്സും കൊളിനിയർ പോയിന്റ്സ് ആണ്. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്? ബൈ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു സ്പെസിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ലിസൺ. നെക്സ്റ്റ് പ്രോബ്ലം. P of A, B is the midpoint of a line segment between axes. Show that equation of the line is x/a plus y/b is equal to 2. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തല്ലോ, അതായത് ഒരു പ്രോബ്ലം ഇതേപോലെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് ശ്രദ്ധിക്കട്ടോ. P of A, B is the midpoint of the line segment between the axes. ഒരു ആക്സസിൻ്റെ ബിറ്റ്വീനുള്ള ലൈൻ സെഗ്മെന്റ് ഇതാണ്. നമ്മൾ നേരത്തെ ഫിഗർ വരച്ചു. അതിൻ്റെ മിഡ് പോയിന്റ് ആണ് P of A, B എന്നാ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഷോ ദാറ്റ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഈ ലൈൻ്റെ ഇക്വേഷൻ ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. അത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മൾ 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്, അതായത് H, K ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ലേ? അപ്പോൾ അതേപോലെ അതിന് പകരം ഇവിടെ മിഡ് പോയിന്റ് തന്നുള്ളൂ. പക്ഷേ അവിടെ നമുക്ക് H, K എന്നുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ X ഇന്റർസെപ്റ്റ് Aയും Y ഇന്റർസെപ്റ്റ് Bയും അല്ലേ എടുക്കല് ഇന്റർസെപ്റ്റ് ഫോമിൽ. പക്ഷേ ഇവിടെ ഇനി നമുക്കത് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ കണ്ടോ, ഇത് Aയും Bയും ഓൾറെഡി ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു പാരാമീറ്റർ പോയിന്റ് P of A, B എന്നാണ്. അപ്പോൾ ഞാനിവിടെ X ഇന്റർസെപ്റ്റ് നമ്മൾ Dയും Cയും എടുക്കുക. നമ്മൾ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിൽ എടുത്ത പോലെ X ഇന്റർസെപ്റ്റ് D, Y ഇന്റർസെപ്റ്റ് C ആണ്, X ഇന്റർസെപ്റ്റ് D ആണെന്ന് വിചാരിക്കാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കട്ടോ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ലൈൻ നമുക്ക് എങ്ങനെ എഴുതാം? X ഡിവൈഡഡ് ബൈ X ഇന്റർസെപ്റ്റ് D ആണ്, പ്ലസ് Y ഡിവൈഡഡ് ബൈ Y ഇന്റർസെപ്റ്റ് C ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അവിടെ ഇത് X ഇന്റർസെപ്റ്റ് ആണ്, ഇത് Y ഇന്റർസെപ്റ്റ് ആണ്, മറക്കരുത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താ? ഇത് മിഡ് പോയിന്റ് ആണെന്നല്ലേ. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? D, 0 ആയിരിക്കും. ഈ പോയിന്റ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0, C ആയിരിക്കും. ഈ 2 പോയിന്റിന്റെയും മിഡ് പോയിന്റ് അല്ലേ പോയിന്റ് P എന്ന് പറയുന്നത്. ഈ 2 പോയിന്റിന്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? D + 0 ഡിവൈഡഡ് ബൈ 2, 0 + C ഡിവൈഡഡ് ബൈ 2. ഇതല്ലേ ഈ 2 പോയിന്റിന്റെയും മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ആ മിഡ് പോയിന്റ് എന്താണ്? A, B ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു A, B. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ D/2, C/2 is equal to A, B എന്ന് വരും.
അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ d/2 ഈസ് ഈക്വൽ ടു എ, c/2 ഈസ് ഈക്വൽ ടു ബി എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും? d ഈസ് ഈക്വൽ ടു 2a എന്ന് കിട്ടും, c ഈസ് ഈക്വൽ ടു 2b എന്നും കിട്ടും. ക്ലിയർ അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ, ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ ഡിക്ക് പകരം 2a പ്ലസ് y ഡിവൈഡഡ് ബൈ ബി സിക്ക് പകരം 2b ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് 1/2 രണ്ടൊന്നും കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുക്കുക. 1/2 ഇൻറ്റു എക്സ് ബൈ എ പ്ലസ് y ബൈ ബി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു ഈ 1/2 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 2 എന്നാവും. ഇതാണ് ഇക്വേഷൻ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ശരിയല്ലേ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ. ക്ലിയർ? അപ്പോൾ ഇവിടെ എയും ബിയും തന്നുകൊണ്ട് അപ്പോൾ ഇവിടെ നമ്മളെ മൈൻഡിൽ വരേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ സാധാരണ എയും ബിയും ആണ് എക്സ് ഇൻ്റർസെപ്റ്റ് വൈ ഇൻ്റർസെപ്റ്റ് കൊടുക്കുന്നത്. ഇവിടെ ഓൾറെഡി എയും ബിയും തന്നിട്ടുണ്ട്. പിന്നെ എയും ബിയും കൊണ്ടേ എടുക്കാൻ നിൽക്കരുത്. കാരണം അതും കൂടി എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുണ്ടാവാൻ പാടില്ല. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു പ്രോബ്ലമാണ് ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ ലിസൺ. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് ഞാനൊന്ന് റിവൈസ് ചെയ്യാം. ഞാൻ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. ആദ്യം സ്ട്രെയിറ്റ് ലൈന്, അതിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് പഠിക്കും അല്ലേ? അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള എന്തൊക്കെയാ? സ്ലോപ്പ് എന്താണ്, ഇൻ്റർസെപ്റ്റ് എന്താണ്, ദെൻ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എന്താണ് എന്നുള്ള സ്ട്രെയിറ്റ് ലൈനിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ള കാര്യം, ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ആദ്യം. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ അല്ലേ? വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അതായത് പാരാമീറ്റേഴ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. പാരാമീറ്റേഴ്സ് തന്നു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ പിന്നെ പഠിച്ചത്. അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കുക. അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, പാരാമീറ്റേഴ്സ് തന്നു കഴിഞ്ഞാൽ, ഒറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? ഒരു സ്ലോപ്പും പോയിന്റും തന്നു കഴിഞ്ഞാൽ എന്താ ഇക്വേഷൻ? ഓർക്കണ്ട, ഒന്ന് റിവൈസ് ചെയ്യും. ഒരു സ്ലോപ്പും ഒരു പോയിന്റും തന്നു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ പോയിന്റ് സ്ലോപ്പ് ഫോം, ദാറ്റ് ഈസ് y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x0. ക്ലിയർ? ഇനി 2 പോയിൻ്റാണ് തരുന്നതെങ്കിൽ 2 പോയിൻ്റ് ഫോം, ദാറ്റ് ഈസ് y മൈനസ് y1 ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ 2 പോയിൻ്റ് ഫോം. നാലാമത്തത് പഠിച്ചിട്ടുള്ളത് എന്താണ്? സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. അതിനകത്ത് 2 കേസ് ഉണ്ട്. സ്ലോപ്പും ഇൻ്റർസെപ്റ്റും തരിക. അപ്പോൾ സ്ലോപ്പും എക്സ് ഇൻ്റർസെപ്റ്റ് തരാം, സ്ലോപ്പും വൈ ഇൻ്റർസെപ്റ്റ് തരാം. അപ്പോൾ സ്ലോപ്പ് എമ്മും വൈ ഇൻ്റർസെപ്റ്റ് സിയും തരികയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഈസ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. ദാറ്റ് ഈസ് കേസ് 1. Okay, y is equal to mx plus c, where m is the slope of the line and c is the y intercept. Clear? ഇനി അതിലെ കേസ് 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ കേസിൽ നമുക്ക് സ്ലോപ്പും എക്സ് ഇൻ്റർസെപ്റ്റും തരികയാണെങ്കിൽ, അതായത് സ്ലോപ്പ് എമ്മും എക്സ് ഇൻ്റർസെപ്റ്റ് ഡിയും തരികയാണെങ്കിൽ ഇക്വേഷൻ ഈസ് y ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് ഡി. ദാറ്റ് വേർ m ഈസ് ദി സ്ലോപ്പ് ആൻഡ് d ഈസ് ദി എക്സ് ഇൻ്റർസെപ്റ്റ്. അതാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? ഇൻ്റർസെപ്റ്റ് ഫോം. 2 ഇൻ്റർസെപ്റ്റ് തരികയാണ്. എക്സ് ഇൻ്റർസെപ്റ്റ് എയും വൈ ഇൻ്റർസെപ്റ്റ് ബിയും തരികയാണ്. എക്സ് ഇൻ്റർസെപ്റ്റ് ഈസ് എ, വൈ ഇൻ്റർസെപ്റ്റ് ബിയും തരികയാണെങ്കിൽ ഇക്വേഷൻ എന്താണ്? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1. ക്ലിയർ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1, വേർ എ ഈസ് ദി എക്സ് ഇൻ്റർസെപ്റ്റ് ആൻഡ് ബി ഈസ് ദി വൈ ഇൻ്റർസെപ്റ്റ്. അത് ഞാൻ ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് ബൈ എക്സ് ഇൻ്റർസെപ്റ്റ് പ്ലസ് വൈ ബൈ വൈ ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് നോർമൽ ഫോമാണ്. നോർമൽ ഫോമിനകത്ത് നല്ലോണം ശ്രദ്ധിക്കുക. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളത് നോർമൽ ഫോമാണ്. വേറെ കൺഫ്യൂസിങ് എന്നല്ല, തമ്മിൽ
കൂട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് നോർമൽ ഫോമാണ് മാത്രം. നോർമൽ ഫോമിൽ എഴുതാം, ഒറിജിനിൽ നിന്ന് ലൈനിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോർമലിൻ്റെ ലെങ്ത് തരും, അത് പി ആണ്. ആ നോർമൽ പോസിറ്റീവ് എക്സ് ആക്സായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ഈസ് x cos omega plus y sin omega is equal to p, where p is the length of the normal and omega is the angle made by the normal with the positive x-axis in anti-clockwise direction. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പാരാമീറ്റേഴ്സ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ പാരാമീറ്റേഴ്സ് തന്നു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താ? ഇതിൻ്റെ നേരെ തിരിച്ചാണ്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഈ പാരാമീറ്റേഴ്സ് തിരിച്ചെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് തന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് എന്ത് തരും? സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തരും. ആ ഇക്വേഷൻ തന്നിട്ട് നേരെ തിരിച്ച് സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ് എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് എന്താണ്, ആ സ്ട്രെയിറ്റ് ലൈൻ്റെ പി എന്താണ്, ഒമേഗ എന്താണ് എന്നുള്ളതൊക്കെ തിരിച്ച് കണ്ടുപിടിക്കാനാണ് ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് ജനറൽ ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. ജനറൽ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ താഴെ നമ്മൾ പഠിക്കുന്നത് അതാണ്. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ച് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലിസൺ. Next topic is general equation of a line. General equation of a line. Listen. Next topic is general equation of a line. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇനി നമുക്ക് ഇക്വേഷൻ തന്നിട്ട് അതിനെ നേരെ തിരിച്ച് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതായത് ഇക്വേഷൻ തരും, എന്നിട്ട് തിരിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്താണ്, ഇൻ്റർസെപ്റ്റ് എന്താണെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ശ്രദ്ധിക്കട്ടോ. ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഇതാണ് ടോപ്പിക്. നെക്സ്റ്റ് ടോപ്പിക്കാണ്. ഇത് കഴിഞ്ഞാൽ ചെറിയ 1-2 ടോപ്പിക് കൂടി കഴിഞ്ഞ് നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞു. പക്ഷേ ഇത് കുറച്ച് വലിയ ടോപ്പിക്കാണ്. ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, നമ്മളിപ്പോൾ ഒരുപാട് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. ഒരുപാട് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിനകത്ത് എക്സിൻ്റെ ടേം ഉണ്ട്, വൈൻ്റെ ടേം ഉണ്ട്, കോൺസ്റ്റൻ്റ് ടേം ഉണ്ട്. ഇത് മാത്രമല്ലേ അതിനകത്തുള്ളൂ. വേറെ ഒരുപാട് ടേംസ് വേണമെങ്കിൽ ഒരു ഇക്വേഷനകത്ത് വരാമല്ലോ. എക്സ് സ്ക്വയർ വരാം, വൈ സ്ക്വയർ വരാം, എക്സ് സ്ക്വയർ വൈ വരാം, എക്സ് വൈ വരാം, എക്സ് ക്യൂബ് വരാം. അങ്ങനെ ഒരു ടേമും നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനകത്തും കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല, അങ്ങനെ ഉണ്ടാവില്ല. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനിൽ നല്ലോണം ശ്രദ്ധിക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനിൽ എക്സ് ടേം ഉണ്ടാവും, വൈ ടേം ഉണ്ടാവും, എക്സ് ടേം ഉണ്ടാവും, വൈ ടേം ഉണ്ടാവും, ആൻഡ് ഒരു കോൺസ്റ്റൻറ്റും ഉണ്ടാവും. നമ്മൾ 2 ഡയമെൻഷൻ്റെ കേസിലാണ് പറയണത്. അപ്പോൾ എക്സ് ടേമും വൈ ടേമും ഉണ്ടാവുള്ളൂ, പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം, ശ്രദ്ധിക്കട്ടോ, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഒരു ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത്. നല്ലോണം ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ളതാണ്. കാരണം എക്സ് ടേം ഉണ്ടാവും, വൈ ടേം ഉണ്ടാവും, സെഡ് ടേം ഉണ്ടാവും. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കട്ടോ, ഇതിനകത്ത് ഓരോ ടേം, ഇവിടെ എ ബി സി എന്ന് പറയുന്നത് 3 കോൺസ്റ്റൻസ് ആണ്. എ ബി ആൻഡ് സി ആർ കോൺസ്റ്റൻസ്. അപ്പോൾ ഈ കോൺസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. എ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ കുറിച്ച് പറയാണ്, ബി എന്ന് പറയുന്നത് സി എം കോൺസ്റ്റന്റ്. ഓരോന്ന് 0 ആകുമ്പോൾ നോക്കിയേ, എ 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എ 0 ആയി കഴിഞ്ഞാൽ ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. അതായത് വൈൻ്റെ ടേം ഉണ്ടാവും, കോൺസ്റ്റന്റ് ടേമും മാത്രം ഉണ്ടാവും. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. വൈ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ എവിടെ പഠിച്ചിട്ടുള്ളത്? ഇക്വേഷൻ ഓഫ് എ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു വൈൻ്റെ ടേമും കോൺസ്റ്റന്റ് ടേമും മാത്രമുള്ള ഒരു ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ. ഇനി ബി 0 ആയി കഴിഞ്ഞാലോ? ബി 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബി 0 ആയി കഴിഞ്ഞാൽ എ എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നല്ലേ വരിക. അതിൻ്റെ അർത്ഥം എക്സിൻ്റെ ടേമും കോൺസ്റ്റന്റ് ടേമും മാത്രമുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ലൈൻ. വെർട്ടിക്കൽ ലൈൻ്റെ ഇക്വേഷൻ ആയിരിക്കും. ഇനി ശ്രദ്ധിക്കുക, സി 0 ആയി കഴിഞ്ഞാലോ? സി 0 ആയി കഴിഞ്ഞാലോ എന്താ സംഭവിക്കുക? എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0 എന്നാ വരിക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന എക്സിൻ്റെ ടേം ഉണ്ടാവും, വൈൻ്റെ ടേം ഉണ്ടാവും, കോൺസ്റ്റന്റ് ടേം ഉണ്ടാവില്ല. ആ സ്ട്രെയിറ്റ് ലൈൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ?
എന്താണെന്നറിയാം? വിച്ച് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇനി എയും സിയും 0 ആയി കഴിഞ്ഞാലോ? എ ഈക്വൽ ടു 0 ആൻഡ് സി ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബി വൈ ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു 0 എന്ന് വരും. വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടോ? ഉണ്ട്. ഏതാ? എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ എന്താ? വൈ ഈസ് ഈക്വൽ ടു 0 എന്നാണ് അല്ലേ? കാരണം എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈനാണ്. അതിൽ നിന്ന് എക്സ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 0 ആണ്. കാരണം എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് വൈ കോർഡിനേറ്റ് 0 അല്ലേ? അപ്പോൾ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് വൈ ആക്സിസ് ആണ്. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നതും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടുന്നത്. അതായത് ഇനി ബി ഈക്വൽ ടു 0 ആൻഡ് സി ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കിയേ? എ എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയും. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതും ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്, അതായത് വൈ ആക്സിസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കേസ് പറഞ്ഞു. എ 0 ആയാലും പ്രശ്നമില്ല, അത് സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. ബി 0 ആയ പ്രശ്നമില്ല, സി 0 ആയ പ്രശ്നമില്ല, എയും സിയും 0 ആയാലും പ്രശ്നമില്ല, ബിയും സിയും 0 ആയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. മനസ്സിലായോ? ഇനിയിപ്പോൾ ഒരു കണ്ടീഷൻ കൂടെ ബാക്കിയുള്ളൂ. എ ഈക്വൽ ടു 0 ആൻഡ് ബി ഈക്വൽ ടു 0. എയും 0 ആയി ബിയും 0 ആയാലോ? പിന്നെന്താ? സി ഈക്വൽ ടു 0 എന്ന് മാത്രമല്ലേ ഉള്ളൂ. എയും ബിയും 0 ആയി കഴിഞ്ഞാൽ സി ഈക്വൽ ടു 0 എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണോ? സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ക്ലിയർ? അപ്പം നമ്മൾ പറയുന്ന കാരണം ശ്രദ്ധിക്കുക, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ ആണ്. where a, b and c are constants. അത് മൂന്നും കോൺസ്റ്റൻസ് ആണ്. പക്ഷെ കോൺസ്റ്റന്റ് എങ്ങനെ ആയിരിക്കരുത്? എയും ബിയും ഒരിക്കലും 0 ആവാൻ പാടില്ല. ക്ലിയർ? That is ax plus by plus c equal to 0 is the general equation of the line where a, b and c are real numbers, are constants. We can say that and a and b should not be equal to 0 simultaneously. A and b should not be equal to 0 simultaneously. രണ്ടും ഒരുമിച്ച് 0 ആവാൻ പാടില്ല മക്കളെ. ഒരുമിച്ച് 0 ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇല്ല. ബാക്കി എങ്ങനെ വന്നു കഴിഞ്ഞാലും, ബാക്കി എ 0 ആയാലോ ബി 0, എയും സിയും 0 ആയാലും ഒന്നും പ്രശ്നമില്ല. അപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. മനസ്സിലായോ പറയണത്? അപ്പോൾ അതൊന്നും വിഷയമല്ല. പക്ഷെ ഇത് അവസാനം പറഞ്ഞ് എയും ബിയും ഒരുമിച്ച് 0 ആയി കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈന് കിട്ടൂല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ഇസ് ദി ജനറൽ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഇനി നമ്മൾ നേരെ തിരിച്ച് ചെയ്യാൻ പോകട്ടെ ഇതിൻ്റെ ഓരോ ഫോമുകൾ. ഒന്നാമത്തത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ശ്രദ്ധിക്കട്ടോ, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലായിട്ട് നമ്മൾ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം 2 പഠിച്ചിട്ടുണ്ട്. ഓർക്കുണ്ടോ? ഏതൊക്കെ 2? y ഈക്വൽ ടു എം എക്സ് പ്ലസ് ഇ ഉണ്ട്, y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി ഉണ്ട്. ആ ഇന്റർസെപ്റ്റ് തരുന്നതിനനുസരിച്ചാണ്. അതിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഇതാണ്. y is equal to mx plus c എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നല്ലോണം ശ്രദ്ധിക്കുക. ഇതിനകത്ത് നല്ലൊരു കാര്യം മനസ്സിലാക്കാണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഈ രൂപത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ, അതായത് y ഈസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്, എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് എന്നുള്ള രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ, ഇവിടെ y എന്ന് പറഞ്ഞാൽ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആയിരിക്കണം. അതുപോലെ y ഈസ് ഈക്വൽ ടു എന്നുള്ള രൂപത്തിൽ എഴുതണം. അപ്പോൾ y ഈസ് ഈക്വൽ ടു, ഇവിടെ y മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള രൂപത്തിൽ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് എന്നുള്ള രൂപത്തിൽ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെയുള്ള ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും സ്ലോപ്പ് ഓഫ് ദി ലൈൻ, പ്ലസ് വരുന്ന ഈ കോൺസ്റ്റൻ്റ് ആയിരിക്കും y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ ഈ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ, y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള രൂപത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ, വി ക്യാൻ സേ ദാറ്റ് ആ ഒരു എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് സ്ലോപ്പ് ആയിരിക്കും, വൈൻ്റെ പ്ലസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ y ഇന്റർസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ രൂപത്തിലൂടെ നമ്മൾ ആക്കിയാൽ മതി. ഇപ്പം നമ്മുടെ ഇക്വേഷൻ എന്താ? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ഇത് ജനറലായിട്ട് പറയാം കേട്ടോ, പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ആ രൂപത്തിലൂടെ നമ്മൾ എങ്ങനെ ആക്കുക? ആദ്യം വൈൻ്റെ ടേമിന് ഇവിടെ വെക്കണം, അതായത് ബി വൈ ഈക്വൽ ടു മൈനസ് എ എക്സ് മൈനസ് സി എന്ന് വരും. ബാക്കിയെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി. ഇനി വൈൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആക്കണ്ടേ? വൈൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആക്കണമെങ്കിൽ ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം?
ബി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി ഇൻറ്റു എക്സ് മൈനസ് സി ബൈ ബി എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ y ഈസ് ഈക്വൽ ടു, അതായത് ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു, ബി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഈ ബി നേരെ താഴോട്ട് പോകും, ഓൾ ഡിവൈഡഡ് ബൈ ബി എന്ന് വരും. അത് രണ്ടിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് വരുള്ളൂ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത് നോക്കിയാൽ ദിസ് ഇക്വേഷൻ ഈസ് സിമിലർ ടു y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഇക്വേഷൻ സിമിലർ അല്ലേ? ഇവിടെ സി എന്ന് പറഞ്ഞാൽ ഈ സിയും സെയിം അല്ല കേട്ടോ. ഈ സി എന്താണ്? ഈ ഇക്വേഷനകത്തുള്ള ഇവിടെ ഒരു കോൺസ്റ്റന്റ്, അത്രയേ ഉള്ളൂ. ഇവിടെ സി എന്ന് പറഞ്ഞാൽ y ഇന്റർസെപ്റ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഈ ഇക്വേഷൻ പൈ ഒരു ഏകദേശം ഒരേ രൂപത്തിലല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അല്ലേ സ്ലോപ്പ്? അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? മൈനസ് എ ബൈ ബി ആയിരിക്കും സ്ലോപ്പ്. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി. ക്ലിയർ? ആൻഡ് y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു മൈനസ് സി ബൈ ബി. മൈനസ് സി ബൈ ബി ആയിരിക്കും y ഇന്റർസെപ്റ്റ്. അതായത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ അതിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മൈനസ് എ ബൈ ബി ആയിരിക്കും. ആൻഡ് y ഇന്റർസെപ്റ്റ് ഈസ് മൈനസ് സി ബൈ ബി. ക്ലിയർ? ഈ രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തരുന്ന ഇക്വേഷന് y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള രൂപത്തിലോട്ട് മാറ്റി എഴുതിയാൽ മതി. മനസ്സിലായോ? ആ രൂപത്തിലോട്ട് മാറ്റി എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ സ്ലോപ്പ് ആൻഡ് y ഇന്റർസെപ്റ്റ്. അപ്പോൾ ഇത് ഞാൻ ജനറലായിട്ട് പറയുകയാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തത് ശ്രദ്ധിക്കുക. ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇന്റർസെപ്റ്റ് ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ഇന്റർസെപ്റ്റ് ഫോം? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1. ശരിയല്ലേ? ഇതാണ് ഇന്റർസെപ്റ്റ് ഫോം. അതായത് എക്സ് ബൈ വേർ എ ആൻഡ് ബി ആർ, എ എക്സ് ഇന്റർസെപ്റ്റ് ആണ്, ബി വൈ ഇന്റർസെപ്റ്റ് ആണ്. ശരിയല്ലേ? ഇനി നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇന്റർസെപ്റ്റ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ വൈ ഇന്റർസെപ്റ്റ് ഈക്വൽ ടു 1 എന്നാണ്. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ ഈ രൂപത്തിലാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഇതിൻ്റെ ഇടയിൽ പ്ലസ് ആവണം. ഓക്കെ. ഇവിടെ എക്സ് ആവണം, ഇവിടെ വൈ ആവണം. ഇവിടെ എന്ത് കോൺസ്റ്റന്റ് ആയിക്കോട്ടെ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ, എൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, ബീൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. അപ്പോൾ ഇവിടെ എക്സ് വരണം, ഇവിടെ പ്ലസ് വരണം, ഇവിടെ വൈ വരണം, ഇവിടെ 1 വരണം. നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെ എക്സ് വരണം, ഇവിടെ വൈ തന്നെ വരണം, ഇവിടെ പ്ലസ് തന്നെ വരണം, ഈക്വൽ ടു 1 എന്നുള്ള രൂപത്തിലാവണം. ക്ലിയർ? അങ്ങനെ അപ്പുറത്തുള്ളത് 1 ആവണം. അങ്ങനെ ആ രൂപത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ താഴെയുള്ള ഇതായിരിക്കും എക്സ് ഇന്റർസെപ്റ്റ്, വൈൻ്റെ താഴെയുള്ള ഇതായിരിക്കും വൈ ഇന്റർസെപ്റ്റ്. മനസ്സിലായോ? അപ്പോൾ അത് എങ്ങനെ എഴുതും എന്നുള്ളത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി ഇതേ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതാം. അപ്പോൾ ഞാൻ അതേ രൂപത്തിൽ എഴുതാൻ പോവാണ് കേട്ടോ. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ഇതല്ല ഇക്വേഷൻ. ഇതിൽ ഞാൻ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു മൈനസ് സി എന്ന് എഴുതാം. ഓക്കെ. ഇനി ഇവിടെ ഇപ്പുറത്ത് 1 വരണ്ടേ? 1 വരണമെങ്കിൽ ഈ ടേമിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതായത് എ എക്സ് പ്ലസ് ബി വൈ ഡിവൈഡഡ് ബൈ മൈനസ് സി ഈക്വൽ ടു 1. ശരിയല്ലേ? ഇനി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ് കേട്ടോ. എ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് സി പ്ലസ് ബി വൈ ഡിവൈഡഡ് ബൈ മൈനസ് സി ഈക്വൽ ടു 1. ഇപ്പോഴും അതേ രൂപത്തിലായിട്ടില്ല. ഇവിടെ എക്സ് തന്നെ വരണം, ഇവിടെ വൈ തന്നെ വരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഇതിന് ഞാൻ മാറ്റി എഴുതുന്നത് ശ്രദ്ധിച്ചോ. എക്സ് ഡിവൈഡഡ് ബൈ ഈ എനെ ഞാൻ താഴോട്ട് എഴുതാണ്, മൈനസ് സി ബൈ എ എന്ന് എഴുതിക്കൂടെ? ഈ എ മേലോട്ട് പോവും. ശരിയല്ലേ? പ്ലസ് വൈ ഡിവൈഡഡ് ബൈ മൈനസ് സി ബൈ ബി ഈസ് ഈക്വൽ ടു 1 എന്നുള്ള രൂപത്തിലായില്ലേ? മനസ്സിലായോ? അപ്പോൾ അതായത് ഇവിടെ എക്സ് ആണ്, ഇവിടെ 2x ആണെന്നുണ്ടെങ്കിൽ ആ 2 ഇതിൻ്റെ താഴത്തോട്ടാണ് കൊടുക്കുക, ആ കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ കൊടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ വൈൻ്റെ കൂടെ മൈനസ്, ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ ആ മൈനസ് ഈ കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ കൊടുക്കുക. ഇവിടെ നമ്മൾ പ്ലസ് എഴുതാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് സിമിലർ ടു ദിസ് ഇക്വേഷൻ അല്ലേ? എക്സ് ഡിവൈഡഡ് ബൈ എ കോൺസ്റ്റന്റ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എ കോൺസ്റ്റന്റ് ഈക്വൽ ടു 1 എന്നുള്ള രൂപത്തിലല്ലേ? ഇവിടെ എക്സ് വരണം, ഇവിടെ പ്ലസ് വരണം, ഇവിടെ വൈ വരണം, ഇവിടെ 1 വരണം, ഇവിടെ താഴത്തെ ഏത് വാല്യൂ ആയിക്കോട്ടെ, പ്രശ്നമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഈ താഴത്തിട്ടുള്ള ഈ വാല്യൂ ആയിരിക്കും എക്സ് ഇൻ്റർസെപ്റ്റ്, താഴത്തുള്ള ഈ വാല്യൂ ആയിരിക്കും വൈ ഇൻ്റർസെപ്റ്റ്. അതായത് എക്സ് ഇൻ്റർസെപ്റ്റ് ഇസ് ഈക്വൽ ടു മൈനസ് സി ബൈ എ ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് ഇസ് ഈക്വൽ ടു മൈനസ് സി ബൈ ബി. ഓക്കെ, ഇതേ രീതിയിൽ നമുക്ക് എഴുതാം. ഇപ്പോൾ ഈ വൈ ഇൻ്റർസെപ്റ്റ് തൊട്ട് മുമ്പത്തെ കേസിലും നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അവിടെയും മൈനസ് സി ബൈ ബി തന്നെ കിട്ടിയത്. അപ്പോൾ ഏത് ഫോമിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാലും ആൻസർ വിൽ ബി സെയിം. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻ്റർസെപ്റ്റ് ഫോമിലോട്ട് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ എ കോൺസ്റ്റൻറ്റ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എ കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 1 ആ രൂപത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എക്സിൻ്റെ താഴെയുള്ള വാല്യൂ എക്സ് ഇൻ്റർസെപ്റ്റ് ആണ്, വൈൻ്റെ താഴെയുള്ള വാല്യൂ വൈ ഇൻ്റർസെപ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? അതാണ് ഇൻ്റർസെപ്റ്റ് ഫോം. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തരുമ്പോൾ നമ്മൾ ആ രൂപത്തിലോട്ടാണ് മാറ്റി എഴുതിയാൽ മതി, അല്ലാതെ ഇത് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലാണ് ഇൻ്റർസെപ്റ്റ് ഫോം വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒന്നും കൂടെ ഉണ്ട് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത്. അടുത്തൊന്നും കൂടെ അത് നോർമൽ ഫോമാണ് കേട്ടോ. നോർമൽ ഫോം നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. നോർമൽ ഫോമിൽ എന്താ നമ്മൾ കണ്ടുപിടിക്കണത്? നോർമൽ ഫോമിൽ എന്താ നമ്മൾ തൊട്ട് മുമ്പ് നോർമൽ ഫോം നമ്മൾ പഠിച്ചല്ലോ. മൂന്നാമത്തത് നോർമൽ ഫോം. ശ്രദ്ധിക്കട്ടോ, നോർമൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷനുള്ള ഒരു ഭാഗമാണ് നോർമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതിന് ഞാനൊരു കറക്റ്റ് സ്റ്റെപ്പ് പറഞ്ഞുതരും, 2-3 സ്റ്റെപ്പ് പറഞ്ഞു തരും. ആ സ്റ്റെപ്പ് നിങ്ങൾ ഏത് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ആ സ്റ്റെപ്പ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഏത് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ആ സ്റ്റെപ്പ് എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം നമുക്ക് നോർമൽ ഫോമിൽ നമുക്ക് എന്താ തരിക? ഇവിടെ ശ്രദ്ധിക്കട്ടോ, നോർമൽ ഫോമിൽ നമുക്ക് എന്താ തരിക? പിയും തരും ഒമേഗയും തരും. എന്നൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു വൈ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്നുള്ള രൂപത്തിൽ ഇക്വേഷൻ കിട്ടും. ശരിയല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് പിയും ഒമേഗയും കണ്ടുപിടിക്കുക എന്ന് പറയണം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കട്ടോ, 2x + 3y ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ ഒരിക്കലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി അല്ലേ? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി ഇതല്ലേ? അപ്പോൾ ഈ രണ്ടും കമ്പയർ ചെയ്തിട്ട് പി എന്ന് പറഞ്ഞാൽ 4 ആണ്, സൈൻ ഒമേഗ എന്ന് പറഞ്ഞാൽ 3 ആണ്, കോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനിങ്ങനെ എഴുതിക്കൂടെ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? 4x + 6y = 8 എന്ന് എഴുതിക്കൂടെ? ഇതും സെയിം ഇക്വേഷൻ തന്നെയല്ലേ? അപ്പോൾ പി 8 ആണ്, സൈൻ ഒമേഗ 6 ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഇക്വേഷൻ അതിനുണ്ടാവും. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷന് അതായത് അതിൻ്റെ കോഎഫിഷ്യൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനുള്ള സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോണത് കേട്ടോ. നല്ലോണം ശ്രദ്ധിക്കുക. കറക്റ്റ് സ്റ്റെപ്പ് ഞാൻ പറയാൻ പോണത്. ഈ സ്റ്റെപ്പ് ഏത് പ്രോബ്ലം ചോദിച്ചോട്ടെ, ഏത് നോർമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞോട്ടെ, ഏത് ഇക്വേഷൻ തന്നിട്ട് പിയും ഒമേഗയും കണ്ടുപിടിക്കാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ആദ്യം ax + by + c = 0 ഈ രൂപത്തിലല്ലേ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ഉണ്ടാവുക. ഒന്നാമത്തെ സ്റ്റെപ്പ് 1 നോക്കി കേട്ടോ. സ്റ്റെപ്പ് 1 എന്താണെന്നറിയോ? ax + by = -c. അതായത് ഇവിടെയുള്ള കോൺസ്റ്റൻറ്റിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ജനറലായിട്ട് പറയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ 2x + 3y - 2 = 0 എന്നായിരിക്കും. അപ്പോൾ ഈ -2 അങ്ങോട്ട് പോകുമ്പോൾ +2 ആവുക. അപ്പോൾ എന്താണ് കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കോൺസ്റ്റൻറ്റിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെയുള്ള കോൺസ്റ്റൻറ്റിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻറ്റിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. ക്ലിയർ? ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ √a² + b². അതായത് ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എ, വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ബി. അപ്പോൾ a² + b² റൂട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ടേം കൊണ്ട് ഈ ഇക്വേഷൻ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായോ?
മനസ്സിലായോ? ഒന്നാമത്തെ സ്റ്റെപ്പ് കോൺസ്റ്റന്റ് അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ ഇക്വേഷനെ √a² + b² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടുമല്ലോ. അതായത് √a² + b² എന്ന് പറഞ്ഞാൽ 2 ആണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ? മൂന്നാമത്തെ സ്റ്റെപ്പ് 3. ഇപ്പൊ ഇവിടെ ഈക്വൽ ടു പി എന്നുള്ള എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി എന്നല്ലേ. അപ്പൊ ഈക്വൽ ടു പി എന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടോ, എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഇസ് ഈക്വൽ ടു പി എന്നല്ലേ. അതായത് ഇവിടെ ഉള്ളത് പി എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദ ലൈൻ ആണ് അല്ലേ. ഒറിജിനിൽ നിന്ന് ലൈനിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആവാൻ പാടുള്ളൂ. ക്ലിയർ? അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആക്കുക. പോസിറ്റീവ് ആക്കിയാൽ എങ്ങനെയാണ്? ആ ഇക്വേഷൻ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് മേക്ക് പി ആസ് പോസിറ്റീവ്. അതായത് ഒന്നെങ്കിൽ പി പോസിറ്റീവ്, അതായത് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നുള്ള രൂപത്തിൽ. നമ്മൾ ഈ കോൺസ്റ്റന്റിനെ പുറത്തോട്ട് കൊണ്ടുപോയില്ലേ, അപ്പോൾ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള രൂപത്തിൽ ഉണ്ടാവില്ലേ. ആ ഈക്വൽ ടു കോൺസ്റ്റന്റ് പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, നെഗറ്റീവ് ആണെങ്കിൽ ആ ഇക്വേഷൻ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ കിട്ടുമ്പോൾ ഈ 3 സ്റ്റെപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നോർമൽ ഫോമാണ്. ഇത് 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നോർമൽ ഫോമാണ്. നോർമൽ ഫോം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് കോസ് ഒമേഗ ആയിരിക്കും, വൈൻ്റെ കോഎഫിഷ്യൻറ്റ് സൈൻ ഒമേഗ ആയിരിക്കും, ഈക്വൽ ടു വരുന്ന കോൺസ്റ്റന്റ് പി ആയിരിക്കും. മനസ്സിലായോ? ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്താൽ മതി മക്കളെ, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഈ 3 സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് കോൺസ്റ്റന്റിന് അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. രണ്ടാമത്തെ സ്റ്റെപ്പ് √a² + b² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് ഈക്വൽ ടു വരുന്ന കോൺസ്റ്റന്റ് പോസിറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തുക. പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, നെഗറ്റീവ് ആണെങ്കിൽ ഒരു മൈനസ് കൊണ്ടാണ് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്ത് പോസിറ്റീവ് ആക്കുക. അങ്ങനെ കിട്ടുന്നത് ആ ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ഇക്വേഷനും നോർമൽ ഫോമിലായി. ആ നോർമൽ ഫോമിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് കോസ് ഒമേഗ ആയിരിക്കും, ആ വൈൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സൈൻ ഒമേഗ ആയിരിക്കും, ഈക്വൽ ടു വരുന്ന കോൺസ്റ്റന്റ് പി ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നോർമൽ ഫോം ചെയ്യുക. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 സ്റ്റെപ്പും ചെയ്താൽ മതി. ഈ 3 സ്റ്റെപ്പ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ഈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് ദി ലൈൻ എന്ന് പറയുന്നത്. ഈ ജനറൽ ഇക്വേഷൻ ഓഫ് ദി ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും കൺവേർഷൻ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇനി പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസൊക്കെ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നമ്മളിപ്പോൾ ax + by + c = 0 എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പിനുള്ള ഇക്വേഷൻ -a/b ആണെന്നും y ഇൻ്റർസെപ്റ്റ് -c/b ആണെന്നും അങ്ങനെ -c/a ആണ് x ഇൻ്റർസെപ്റ്റ് എന്നൊക്കെ അങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ടു. അതൊന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ തരികയാണെങ്കിൽ 2 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലോട്ട് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. പിന്നെ വെറുതെ നമ്മൾ കുറേ ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ ചെയ്താൽ മതി. 2 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടുമല്ലോ. പിന്നെ വെറുതെ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം കേട്ടോ, ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് 3x - 4y + 10 = 0. ഫൈൻഡ് ഇറ്റ്സ് സ്ലോപ്പ് ആൻഡ് y ഇൻ്റർസെപ്റ്റ്. സ്ലോപ്പും y ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കാന്നാണ്. അപ്പോൾ സ്ലോപ്പും y ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഫോമിലോട്ട് മാറ്റേണ്ടി വരും? സ്ലോപ്പ് കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എങ്ങനെയാണ്? 3x - 4y + 10 = 0. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. y = mx + c. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? y = mx + c. ഇതാണ് നമ്മുടെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ y = എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇവിടെ -4y അല്ലേ, ഈ -4y അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 4y = 3x + 10 എന്ന് വരും. ഇനി ഈ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കണം. 1 ആക്കണമെങ്കിൽ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ y = 3/4 × x + 10/4. ശരിയല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ മൊത്തത്തിൽ എന്ത് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇപ്പോൾ ഇത് y = mx + c എന്നുള്ള രൂപത്തിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലാണ്. അപ്പോൾ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ വാല്യൂ ആയിരിക്കും സ്ലോപ്പ്, ഈ വാല്യൂ ആയിരിക്കും y ഇൻ്റർസെപ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സ്ലോപ്പ് = 3/4 ആൻഡ് y ഇൻ്റർസെപ്റ്റ് =
10/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ആ രൂപത്തിലോട്ട് മാറ്റിയിട്ട് 2 സ്റ്റെപ്പിൽ നമുക്ക് ആ രൂപത്തിലോട്ട് മാറ്റാൻ പറ്റുമല്ലോ. പിന്നെ വെറുതെ നമ്മൾ കുറേ ഇക്വേഷൻസ് നമ്മൾ കാണാൻ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് 3x - 4y + 10 = 0. ഫൈൻഡ് ഇറ്റ്സ് x ആൻഡ് y ഇൻ്റർസെപ്റ്റ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കട്ടോ, എക്സ് ഇൻ്റർസെപ്റ്റ് വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഇൻ്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റുന്നത് ശ്രദ്ധിച്ചോട്ടോ. ശ്രദ്ധിക്കേ, 3x - 4y + 10 = 0. ഇതല്ലേ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ അല്ലേ? 3x - 4y + 10 = 0. ഇതല്ലേ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ, ശരിയല്ലേ? ഓക്കെ, ഇനി 3x - 4y = -10 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 1 ആക്കണം. ഇവിടെ 1 ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ മൊത്തം -10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. -10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3x / -10 - 4y / -10 = 1. ശരിയല്ലേ? അതായത് ഇവിടെ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കണം. അതിനെന്ത് ചെയ്താൽ മതി? x / -10/3 എന്ന് എഴുതിയാൽ മതി. ഇനി ഈ മൈനസും കൂടെ പ്ലസ് ആവും. പ്ലസ് y / 10/4 എന്ന് എഴുതാം. ഈ 4 താഴെ കൊടുക്കാം 10ൻ്റെ, വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇപ്പോൾ ഇത് എന്താണ്? x/a കോൺസ്റ്റൻറ്റ് പ്ലസ് y/a കോൺസ്റ്റൻറ്റ് = 1 എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഇത് ഇൻ്റർസെപ്റ്റ് ഫോമിൻ്റെ രൂപത്തിലായി. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ താഴെയുള്ള ഈ വാല്യൂ ആയിരിക്കും x ഇൻ്റർസെപ്റ്റ്, ഈ വാല്യൂ ആയിരിക്കും y ഇൻ്റർസെപ്റ്റ്. അതായത് x ഇൻ്റർസെപ്റ്റ് -10/3 ആൻഡ് y ഇൻ്റർസെപ്റ്റ് -10/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻ്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് എക്സ് ഇൻ്റർസെപ്റ്റ് വൈ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇൻ്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റിയാൽ മതി. ഇനി വൈ ഇൻ്റർസെപ്റ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റിയാൽ മതി. അത് നമുക്ക് ഏത് രൂപത്തിൽ മാറ്റിയാലും നമുക്ക് എന്താണ് ഇക്വേഷൻ സെയിം ആയിരിക്കും കിട്ടുക. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും കൺവേർട്ട് ദ ഇക്വേഷൻ ഇൻ ടു സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ആൻഡ് ഫൈൻഡ് വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലോട്ട് തന്നെ മാറ്റണം, അതിൽ നിന്ന് തന്നെ വൈ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ. ഓക്കെ.